വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കയറൂരി വിട്ട് ജനങ്ങളെ പീഡിപ്പിക്കുന്നതിന് സർക്കാർ രൂപീകരിച്ച വനനിയമ ഭേദഗതി ജനാധിപത്യ ഭരണ സംവിധാനത്തിന് ഭൂഷണമല്ലെന്ന് UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി. അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാനുള്ള മജിസ്ട്രേറ്റിന്റെ അധികാരം വനംവകുപ്പ് ബീറ്റ് ഓഫീസർക്ക് നൽകിക്കൊണ്ടുള്ള സർക്കാർ തീരുമാനത്തിന്മേൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി റോഷി അഗസ്റ്റിന്റെ അഭിപ്രായം അറിയുവാൻ ജനങ്ങൾക്ക് താൽപര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥ സംരക്ഷണത്തിന് നിയമം ഭേദഗതി ചെയ്യാൻ തയ്യാറായ സർക്കാർ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ട 915 കുടുംബങ്ങൾ, വന്യമൃഗ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ 39,484 കുടുംബങ്ങൾ, കൃഷിയും വളർത്തുമൃഗങ്ങളും നഷ്ടപ്പെട്ട 10,000-കണക്കിന് കുടുംബങ്ങൾ എന്നിവരെപ്പറ്റി മൗനം പാലിക്കുന്നത് അത്യന്തം ഖേദകരമാണ്. വന്യമൃഗ ആക്രമണങ്ങളെ നിയന്ത്രിക്കുന്നതിന് പകരം വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കിരാത നടപടിയിലൂടെ ജനങ്ങളെ അടിച്ചമർത്തുന്നതിനുള്ള നീക്കം തികച്ചും പ്രതിഷേധാർഹമാണ്. വന്യമൃഗ ആക്രമണങ്ങൾ ഉണ്ടായാൽ പ്രതിഷേധിക്കുന്നതിനുള്ള ജനങ്ങളുടെ മൗലിക അവകാശം ഉദ്യോഗസ്ഥ ഗുണ്ടാരാജിലൂടെ കവർന്നെടുക്കുന്നത് പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേലുള്ള കടന്നാക്രമണമാകും. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആശ്രിതരായി ജീവിക്കുന്ന സാമൂഹിക വിരുദ്ധരായ താൽക്കാലിക ജീവനക്കാർക്ക് ജനങ്ങളുടെ വീടും വാഹനങ്ങളും ബാഗുകളും പരിശോധിക്കുന്നതിനുള്ള അധികാരം നൽകിയാൽ ജനങ്ങളുടെ സ്ഥിതി എത്ര ദയനീയമായിരിക്കുമെന്ന് ചിന്തിക്കണം. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, വനത്തിനുള്ളിൽ പ്രവേശിക്കൽ എന്നിവയ്ക്കെതിരെ ജനങ്ങളെ അറസ്റ്റ് ചെയ്യാൻ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകിയാൽ വന അതിർത്തികളിൽ ജനങ്ങൾക്ക് ഒരിക്കലും സമാധാനപരമായി ജീവിക്കാൻ സാധിക്കില്ലെന്നും കരട് ബില്ല് പൂർണ്ണമായും റദ്ദാക്കുന്നതുവരെ UDF സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. വന്യമൃഗങ്ങളെയും അതോടൊപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഗവൺമെന്റിന് താല്പര്യമുള്ളൂ. ഉദ്യോഗസ്ഥന്മാർക്ക് അമിതമായ അധികാരം കൊടുത്ത് ആളുകളുടെ മൗലിക അവകാശത്തിന്മേൽ കയറി ഇടപെടുന്നതിനുള്ളൊരവസരം അവർക്ക് കൊടുക്കുന്നത് ഒരിക്കലും നല്ലതല്ല. മജിസ്ട്രേറ്റിൻ്റെ അധികാരം ആണ് ഇപ്പോൾ ബീറ്റ് ഓഫീസർമാർക്ക് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ ബീറ്റ് ഓഫീസർമാർക്ക് അധികാരം നൽകി ഇടുക്കി ജില്ലയിലെ വനാതിർത്തികളിൽ താമസിക്കുന്ന ആളുകളെ വനവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പീഡിപ്പിക്കുന്ന കാര്യത്തിൽ ഈ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ഈ തീരുമാനമെടുത്തപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റിൽ അംഗമായിരുന്ന ശ്രീ റോഷി അഗസ്റ്റിൻ്റെ അഭിപ്രായം എന്താ എന്ന് ഇടുക്കി ജില്ലയിലെ ആളുകൾക്ക് അറിയുവാനായിട്ട് ആഗ്രഹമുണ്ട്. വനത്തിൽ നിന്നും വിറക്, ഔഷധ സസ്യങ്ങൾ, പുഴയിൽ നിന്നും മത്സ്യങ്ങൾ എന്നിവയൊക്കെ ശേഖരിച്ച് ജീവിക്കുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ മൃഗീയമായി പീഡിപ്പിക്കുന്നതിനുള്ള അവസരം നിയമ ഭേദഗതിയിലൂടെ ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുകയാണ്. ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ സബ്ജക്ട് കമ്മിറ്റി ബില്ലിൽ ചേർക്കുമെന്ന അധികൃതരുടെ വിശദീകരണം മുൻകാല അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിശ്വാസയോഗ്യമല്ലെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു.